ഇതൊരു സക്സസ് ആയ വീഡിയോയാണ്. ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗ്രാഫ്റ്റിംഗ് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷേ ഇതിപ്പോൾ അതേ നോക്കി ബൊഗൻവില്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 8 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ നോക്കി എല്ലാം പിടിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 1-2 മാത്രമേ കേടായി പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഏതൊരു കാലാവസ്ഥയിൽ ബൊഗൻവില്ല ഗ്രാഫ്റ്റ് ചെയ്താലും പിടിച്ച് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി നമ്മളിങ്ങനെ കവർ ഇടുന്നത് കൊണ്ടേ വലിയ കുഴപ്പമില്ല, ഏതൊരു കാലാവസ്ഥയിലും അത് പിടിച്ച് കിട്ടും. പിന്നെ ഞാൻ വീണ്ടും അത് അങ്ങനെ കവർ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും കവർ അഴിച്ചു മാറ്റാം. പിന്നെ ഈ വലിയ തടിയും ഞാൻ 1.5 വർഷം മുന്നേ ഗ്രാഫ്റ്റ് ചെയ്തതാണ്, കണ്ടില്ലേ? അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാധാ നാടൻ ബൊഗൻവില്ലയിൽ തടിയാണ് കേട്ടോ, മരമാണ് കേട്ടോ. അതൊരു 10 വർഷത്തെ പഴക്കമുണ്ടാവും. അപ്പോൾ സ്ഥലപരിമിതികളുള്ള ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കമ്പ് നട്ടിട്ട് അതിൽ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തൊരു കളർ കൊണ്ടൊന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതും പിടിച്ച് കിട്ടി. ഇതിപ്പോൾ പൂവൊക്കെ വന്നിട്ടുണ്ട്.